കാസർഗോഡ് ജില്ലയിലെ മഴക്കെടുതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ. ഇനി നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പോകാം. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം റോഡിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ തുടരുകയാണ്. തളിപ്പറമ്പ് പുളിമ്പറമ്പിലാണ് സംഭവം. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഒരേയൊരു വീട് ഇപ്പോൾ വലിയ രീതിയിലുള്ള അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതോടെ ഈ വീട്ടുകാർ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. പുളിമ്പറമ്പിലെ ലിസമ്മ ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീതി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളും പ്രദേശവാസികളും കേരള വിഷൻ ന്യൂസിന് നൽകിയ പ്രതികരണങ്ങളിലേക്ക് നീങ്ങാം. നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ 6 തെങ്ങ്, നല്ല കായ്ഫലമുള്ള 6 തെങ്ങും 2 മാവും പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് വീണ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഏത് നിമിഷവും നമ്മൾ വീട് കൂടി ഇടിയുന്ന അവസ്ഥയിലുള്ളത്. അതിന്റെ തറഭാഗം പൂർണ്ണമായിട്ടും അടിഭാഗം ഇളകി കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മിക്കവാറും ആ വീട് ഇടിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അടിത്തട്ടുന്നാണ് അടിയിൽ നിന്നാണ് മണ്ണ് പോകുന്നത്. താൽക്കാലികമായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെ കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഇതിന്റെ പൂർണ്ണമായ കാരണം. സർക്കാർ ഇതിനകത്ത് കണ്ണുറക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് വളരെ ശക്തമായി ഇതിനകത്ത് ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് സംസാരിക്കാനുള്ളത്. അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്. അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. മാറി താമസിപ്പിക്കുന്നതിനോ അവിടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈവേ അതോറിറ്റി നടത്തുന്നുണ്ടെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം റോഡിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഒരേയൊരു വീട് ഇപ്പോൾ അപകട ഭീഷണിയിലായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആ വീട്ടുകാരുടെ ബന്ധുക്കളും നാട്ടുകാരും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കേരള വിഷൻ ന്യൂസിന് നൽകിയ അഭിമുഖങ്ങൾ നൽകുകയായിരുന്നു നമ്മൾ.